മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള പ്രവാചകന്മാരെ യഹോവയുടെ പ്രവാചകന്മാർ എന്നാണറിയപ്പെടുന്നത്. അതായത് അവരെ യഹോവയാം ദൈവം അയച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രവാചകന്മാരെ ഒന്നിനു പുറകെ ഒന്നായി അയച്ചതിനുശേഷം ദൈവം മിശിഹായെ അയച്ചു. കർത്താവായ യേശു പറഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും സ്നാപക യോഹന്നാൻ വരെ ആയിരുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രസംഗിച്ചു. അന്നുമുതൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുവരുന്നു. എല്ലാവരും അതിലേക്ക് ബലപ്രയോഗത്തിലൂടെ കടന്നുവരുന്നു. ലൂക്കോസ് 16:16. മുൻകാലങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നിറവേറ്റാനാണ് മിശിഹ വന്നത്. അതിൽ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതും ഉൾപ്പെടുന്നു. ദാനിയേൽ 2:44, 7:27. യേശു പ്രധാനപ്പെട്ട എന്തെങ്കിലും കാരണങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 53-ലെ ഓരോ വാക്കുകളും മശിഹായുടെ കഷ്ടതയും ക്രൂശുമരണത്തെയും സംബന്ധിച്ചുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവു എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവു എന്റെ മേലുണ്ടു. ബദ്ധന്മാർക്കു വിടുതലും കുരുടന്മാർക്കു കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാവ് 6:1-1-2. ലൂക്കോസ് 4:16 മുതൽ 20 വരെ. ഇന്ന് നിങ്ങൾ ഇത് കേൾക്കയിൽ ഈ തിരുവെഴുത്ത് നിവൃത്തിയായിരിക്കുന്നു. ലൂക്കോസ് 4:20. എന്ന് യേശു തന്നെ ശ്രവിച്ചവരോട് പറഞ്ഞു. ദൈവരാജ്യത്തിന്റെ സന്ദേശവുമായി യേശു വന്നു. ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായിട്ടാണ് മശിഹയെ ദൈവം അയച്ചത്. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നു പറഞ്ഞുകൊണ്ടാണ് യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. അത്യുന്നതനായ ദൈവത്തിങ്കിൽ നിന്നുള്ള അവസാന ദൂതനാണ് യേശു. സുവിശേഷം മനുഷ്യവർഗത്തിന്റെ രക്ഷക്കായുള്ള ദൈവത്തിന്റെ അവസാന സന്ദേശമാകുന്നു. ഈ ദൈവരാജ്യത്തിന്റെ ദൂതുമായി യേശു ശിഷ്യന്മാരെ ലോകമെമ്പാടും അയച്ചു. യേശു കുരിശിൽ മരിക്കുമ്പോൾ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ യേശുവിനോട് നിലവിളിച്ചു പറഞ്ഞു, യേശുവേ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കേണമേ. ലൂക്കോസ് 24:42. രാജാതിരാജാവും കർത്താതികർത്താവുമായി ഭൂമിയിൽ ഭരിക്കുവാനും വാഴുവാനുമുള്ള യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെക്കുറിച്ച് യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്കു മുമ്പ് ജീവിച്ചിരുന്ന ദാനിയേൽ പ്രവാചകൻ ഇപ്രകാരം എഴുതി. രാത്രിദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നതു കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തുവരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിനു അവന്നു ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചുപോകാത്തതുമാകുന്നു. ദാനിയേൽ 7 വാക്യങ്ങൾ 13-14. കർത്താവായ യേശു ദൈവരാജ്യത്തിന്റെ സന്ദേശവുമായി വന്നു. അടുത്തുവരുന്ന ദൈവരാജ്യത്തിനായി മാനസാന്തരപ്പെടാൻ അവൻ പ്രസംഗിച്ചു. യേശു ഉപമകൾ ഉപയോഗിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് തന്റെ ശിഷ്യരെ പലതും പഠിപ്പിച്ചു. എല്ലാ ജനതകളോടും ദൈവരാജ്യം പ്രസംഗിക്കാൻ അവൻ തന്റെ ശിഷ്യന്മാരെ അയച്ചു. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ ദൈവം യേശുവിനെ അയച്ചു. യുഗാന്ത്യത്തിൽ യേശു വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി പ്രത്യക്ഷപ്പെടും. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു പറഞ്ഞു. ലൂക്കോസ് 18 വാക്യം 8. യേശുവിന്റെ വരവിനു മുമ്പ് അന്ത്യകാലത്ത് വലിയ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. ഇന്ന് കാണുന്നതുപോലെ ലോകമെമ്പാടുമുള്ള വലിയൊരു കൂട്ടം യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ആസന്നമായ തിരിച്ചുവരവിന്റെ അടയാളമാണിത്. മഹാപീഡകൾ, ക്ഷാമം, മഹാമാരി, പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ എന്നിവ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനു മുമ്പ് ഒരിക്കലും സംഭവിക്കാത്തവിധം സംഭവിക്കുമെന്ന് കർത്താവായ യേശു പറഞ്ഞു. മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ സകല ദൂതന്മാരോടും കൂടെ വരുമ്പോൾ അവൻ തന്റെ തേജസ്സുള്ള സിംഹാസനത്തിൽ ഇരിക്കും. അവൻ സകല ജാതികളെയും ന്യായം വിധിക്കും എന്നും കളകൂട്ടി തീയിലിട്ട് ചുടുമ്പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്നു എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളിയിൽ ഇട്ടുകളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നും കർത്താവായ യേശു പറഞ്ഞു. യേശു ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും കർത്താവാണ്. അവൻ വരുമ്പോൾ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ കർത്താവായ യേശുവിന്റെ കൈവശമുണ്ട്. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. കാരണം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതുപോലെ കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ ദിവസം അടുത്തിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു പറഞ്ഞതുപോലെ കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ.